ഇനി ആളുകൾ ഇങ്ങനെ വന്ന് കടന്നു ദേശം പറയാൻ ഇത്ര മകളുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിശ്വസിച്ച് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, നമ്മുടെ സിസ്റ്റത്തെ വിശ്വസിച്ച് പോയ ബിന്ദുവാണ് ചേതനയറ്റ് തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് ഇത്തരത്തിൽ ഒരു സങ്കടക്കാഴ്ചയായി മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡാനി പോൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാനി, ഒരമ്മയില്ലാത്ത വീട്ടിലെ ശൂന്യത, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാകില്ല. അവരുടെ വേദന നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. അവിടെ നിന്നുള്ള വിവരം. ആര്യ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഹൃദയഭേദകമായ ഒരു അനുഭവമാണ്. കാരണം മകളുടെ ചികിത്സയ്ക്ക് അവൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി, അവളെ കൈപിടിച്ച് നടത്താൻ വേണ്ടി, അവളുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി കൂടെ പോയൊരമ്മയാണ് ചേതനയായിട്ട് തിരികെ എത്തിയിരിക്കുന്നത്. എത്രമേൽ സങ്കടമുണ്ടാകും. നേരത്തെ അവിടെ അലമുറയിട്ട് കരയുന്നത് മകനാണ്. മകൻ വിളിച്ചു പറയുന്ന, അമ്മയെ എനിക്ക് സഹിക്കുന്നില്ല എന്ന്. എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? കാരണം ആ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അവൻ പഠിച്ച ഒരു ജോലിയിലേക്കെല്ലാം തന്നെ കടന്നു വരികയും എല്ലാം തന്നെ ചെയ്തു. അവൻ ആദ്യമായിട്ട് അവൻ ഒരു ശമ്പളം വാങ്ങി അത് അമ്മയ്ക്ക് കൊടുക്കുന്നതടക്കം ഉള്ള കാര്യങ്ങൾ, അത് അവൻ്റെ ഒരു സ്വപ്നവും കാര്യങ്ങളുമെല്ലാമായിരുന്നു. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് അവനെ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. അവനെ ഇത്ര കണ്ട് അവനെ ചേർത്ത് പിടിച്ച് നടത്തിയ അമ്മ ഇല്ലാതായിരിക്കുന്നു. അത് മകൾ നവമി, അവൾ അവൾ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. നഴ്സിംഗ് തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നവനീത എന്ന് പറയുന്ന മകൻ വിളിച്ചു പറയുന്നത്, എനിക്കിത് താങ്ങുന്നില്ല അമ്മയെന്ന്. കാരണം അവൻ കാത്തുവെച്ചിരുന്നത് അവൻ്റെ ആദ്യ ശമ്പളം അമ്മയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് അവർ ആശുപത്രിയിലേക്ക് പോയത്. പിന്നീട് ജോലി തിരക്കുകൊണ്ട് ഇവനും അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് ഇങ്ങനെ അമ്മ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നതാണ്. ഇവർക്ക് മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അവർ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരുന്നത്. അതിനുവേണ്ടി അവർ വായ്പയെടുത്തു, പലരോടും പണം പലിശയ്ക്ക് കടം വാങ്ങി. പക്ഷെ അപ്പോഴുമെല്ലാം അമ്മയുടെ ആ ഒരു നിശ്ചയദാർഢ്യമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. നേരത്തെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞതുപോലെ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല, കാരണം അവളായിരുന്നു ഈ കുടുംബം മുന്നോട്ട് നയിച്ചിരുന്നത്. വിശ്രുതൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അസുഖബാധിതനായി വീട്ടിൽ തന്നെയാണ്. മേസൺ പണിയായിരുന്നു. ഇപ്പോൾ മറ്റു പണികൾക്കൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ഇവരെല്ലാം കാത്തു പരിപാലിച്ച് കൊണ്ടുപോയത് ഇവരെ ബിന്ദു ആയിരുന്നു. ബിന്ദുവിൻ്റെ അമ്മ, 75 വയസ്സ് പിന്നിട്ട അമ്മ അകത്തുണ്ട്. അമ്മയുടെ കരച്ചിലാണ് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യമെല്ലാം കേട്ടിരുന്നത്. കാരണം എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന അവർ, ഇവിടെ എത്തുന്ന എല്ലാവരും തന്നെ പറയുന്നത് ആ കുടുംബത്തെ എത്ര കണ്ട ബിന്ദു കൈപിടിച്ച് മുന്നോട്ട് നടത്തിയിരുന്നു എന്നതാണ്. കാരണം ഈ വഴി, നമ്മളിവിടേക്ക് വരുന്ന വഴി തലയോലപ്പറമ്പ്, ഇവിടെ നിന്ന് അകത്തേക്ക് കയറും. ഇവിടെ അകത്തേക്കൊരു ചെങ്കല്ല് നിറഞ്ഞ ചെമ്മൺ പാതയിലൂടെ കടന്നു വരുമ്പോൾ കയറ്റങ്ങളും ഇറക്കങ്ങളും നിറഞ്ഞ ഈ വഴി അവർ എത്ര തവണ നടന്ന് പോയിട്ടുണ്ടാകും. കാരണം ഒരിക്കൽ പോലും മറ്റ് സഞ്ചാര ആശ്രയങ്ങളെ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും തന്നെ അവർക്കില്ല. ഇതെല്ലാം, ഈ വഴികളെല്ലാം അവർ നടന്നു തീർത്തതാണ്. ഈ വഴികളിലൂടെ തന്നെ നടന്നാണ് ഇത്രയും കാലം അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും തൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. മക്കളുടെ പഠനം പൂർത്തീകരിക്കുന്നതിൻ്റെ വലിയ സന്തോഷങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആഹ്ലാദം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് അവരുടെ ആ ഒരു വിജയകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്
കണ്ടു നിൽക്കാൻ പൂർത്തിയാക്കാനൊന്നും ബിന്ദു നിന്നില്ല എന്നതാണ്. നോക്കുക, എത്ര കണ്ട സങ്കടകരമാണ് ഈ കാഴ്ചകൾ. എത്ര കണ്ട ആരിലും കണ്ണ് നിറയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരാളും കണ്ണ് നിറയാതെ ഇവിടെ നിന്ന് കടന്നു പോകുന്നില്ല. ബിന്ദുവിൻ്റെ സുഹൃത്തുക്കൾ, അവർക്കൊപ്പം നടന്നവർ, ഈ ജോലിക്കും ഒപ്പം തന്നെ കൂടെയുണ്ടായിരുന്നവർ, ചുറ്റുപാടുകളുള്ളവർ എല്ലാവരും ഒരു വരി കണ്ടുകൊണ്ട് അവർ നടന്ന് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇങ്ങനെയൊരു മടങ്ങിവരവ് ആശുപത്രിയിൽ നിന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ ഇവിടെ പരിസരത്തും എല്ലാം തന്നെ ആളുകൾ ഒരുപാട് നിറഞ്ഞിരുന്നു. അതിന് മുന്നേ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു, കാത്തു നിന്നിരുന്നു ബിന്ദുവിന് ഒരു അവസാന യാത്ര പറയുന്നതിന് വേണ്ടി. അവർ ഇപ്പോഴും ഇവിടേക്ക്, ഈ പരിസരത്തേക്കെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവരുമായും തികഞ്ഞ സൗമ്യതയോടെ സംസാരിച്ചിരുന്നവർ, തികഞ്ഞ സന്തോഷത്തോടെ ഇടപഴകിയിരുന്നവർ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത ഒരാൾ കൂടിയായിരുന്നു ബിന്ദു. കാരണം ജീവിതം അത്രമേൽ പ്രാരാബ്ദം കൊണ്ട് വീർപ്പുമുട്ടിയിട്ടും അത്ര കണ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലും നിശ്ചയദാർഢ്യത്തോടെ അതിനെ മറികടക്കാൻ തീരുമാനിച്ച നമ്മുടെ വനിതകളെ, അവരുടെ എല്ലാം തന്നെ ഒരു പ്രതീകമായിരുന്നു അവർ. കാരണം നമുക്കറിയാം, ഒരു ടെക്സ്റ്റൈൽസിൽ, അതും തലയോലപ്പറമ്പ് ഈ മേഖലയിൽ സാധാരണ ഒരു ടെക്സ്റ്റൈൽസിലെല്ലാം നിന്നുകൊണ്ട് ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എത്ര കണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ആ പ്രാരാബ്ദങ്ങൾക്കിടയിലുമെല്ലാം അവർ ചേർത്ത് പിടിച്ച തങ്ങളുടെ കുടുംബത്തെ തന്നെയാണ്, അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആ ചേർത്ത് പിടിക്കലെല്ലാം തന്നെ ഉണ്ടായത്. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അത് ഒരു വിജയത്തിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യം അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ അതിദാരുണമായ ഈ സംഭവം, തീർത്തും അനാസ്ഥ, തികഞ്ഞ ഉദാസീനത. ഇന്ന് ഭർത്താവ് വിശ്രുതൻ പറഞ്ഞതുപോലെ അവർ അതിനകത്ത് ഉണ്ട് എന്ന്. കാരണം രാവിലെയും എല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നൊരു കെട്ടിടം, ശുചിമുറികളും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന കെട്ടിടം, അത് അങ്ങനെയൊന്നല്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് എന്ന്. ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഭാര്യയെ നഷ്ടമാകില്ലായിരുന്നു, തൻ്റെ കുട്ടികൾക്ക് അമ്മയെ നഷ്ടമാകില്ലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആരുമില്ല എന്ന ഒരു ഉറപ്പിലേക്ക് അധികാരികൾ ഉറച്ചു നിന്നപ്പോൾ തനിക്ക് തൻ്റെ എല്ലാമാണ് നഷ്ടമായത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് തന്നെ നിരാലംബനാക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ല, മുന്നോട്ട് പോകണമെന്ന് തനിക്കറിയില്ല. പക്ഷേ ഇത് ഇങ്ങനെയൊരു ഗതികേട് ഇനി ആർക്കും ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മൃതദേഹ പേടകത്തിന് മുന്നിൽ തളർന്നിരിക്കുന്ന വിശ്രുതനും മക്കളും. കാരണം അവരുടെ എല്ലാമായ, അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടത്തിയ ആൾ തന്നെയാണ് ജീവിതത്തിൽ നിന്ന് പറന്നു പോയിരിക്കുന്നത്. ഇനിയുള്ളത് അവർക്ക് പോലും അറിയില്ല മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നീക്കേണ്ടതെന്ന്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഭീമമായ കടബാധ്യതകളുണ്ട്. കാരണം കുട്ടികളുടെ പഠനത്തിനും മറ്റുമായി എടുത്തതാണ് അത്തരം ലോണുകളും കാര്യങ്ങളുമെല്ലാം, പണം പലിശയ്ക്കും എടുത്തുമെല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഒരാശ്വാസമുണ്ടായിരുന്നു, മക്കൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു ആശ്വാസം തന്നെ ഉണ്ടായിരുന്നു. അതിന് എല്ലാ പ്രചോദനവുമായി ഒപ്പം നിന്നത്, കാരണം ഇതെല്ലാം നമ്മൾ മറികടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആശ്വസിപ്പിച്ച് നിന്നിരുന്നത് ഭാര്യ തന്നെയാണ്. അവരില്ലാതായിരിക്കുന്നു. എത്ര അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ്, വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ എല്ലാം പുരോഗമിക്കുകയാണ്. വീടിന് സമീപം നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ വീടിന് വളരെ ചെറിയ ഒരു സ്ഥലത്ത്, 5 സെന്റിൽ താഴെയുള്ളൊരു സ്ഥലത്ത്, തേക്കാത്ത ചുവരുകളുള്ള വീട്, ആ വീട്ടിൽ അവിടെയാണ് അവരെ എല്ലാവരും തന്നെ കഴിഞ്ഞിരുന്നത്. അവർ എത്ര കണ്ട് അവർ പ്രാരാബ്ദമുണ്ട് എന്നത് ആ വീട്ടിലേക്ക് ഒരു നോക്കിയാൽ തന്നെ മനസ്സിലാകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതായാലും ആ വീടിന് സമീപമുള്ള ആ ഒരു പൊതുസ്ഥലത്താണിപ്പോൾ പന്തൽ നാട്ടിയിരിക്കുന്നത്. അവിടെയാണ് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരിസരത്തുള്ള ഏതാണ്ട് മുഴുവൻ പേരും ഇവിടേക്ക് വന്നു പോകുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട, നേരിട്ടറിയാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വാർത്തകളിലൂടെ പരിചയപ്പെട്ട അവരുടെ സുഹൃത്തിനെ എല്ലാം തന്നെ കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി
കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ അത്രയും നിശ്ചയിച്ചിരിക്കുന്നത്. വീടിന് സമീപം ഉള്ള സ്ഥലത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതോടൊപ്പം തന്നെ ഈ ആരെങ്കിലും ഇവിടേക്ക് പ്രധാനപ്പെട്ടവർ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും എന്നും എല്ലാം തന്നെ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ വിശ്രുതൻ ഇതൊരു ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, തന്നെ ആശ്വസിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെ ഇവിടേക്ക് കടന്നു വന്നില്ല, ഇവിടെ എന്നല്ല ആശുപത്രിയിൽ പോലും അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾ പോലും ഒരു വരി പറഞ്ഞില്ല. മന്ത്രിമാരുണ്ടായിരുന്നു, മുഖ്യമന്ത്രി അടക്കം അവിടെ കടന്നുപോയി. എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കുമ്പോൾ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടുവെന്ന്, ഒരു ജീവൻ പൊലിഞ്ഞുവെന്ന്, ഇല്ലാതായെന്ന് അവർക്കെല്ലാം ബോധ്യപ്പെടും. പക്ഷേ അങ്ങനെ അവിടെ തനിച്ചിരിക്കുന്ന ആ ദുഃഖത്തിൽ ഒറ്റയ്ക്കായ ഒരാളെ തന്നെ തിരഞ്ഞ് ഒരാൾ പോലും അവിടേക്ക് എത്തിയില്ല, ഒരാശ്വാസ വാക്കുപോലും പറഞ്ഞില്ല എന്ന് വിശ്രുതൻ പറയുകയുണ്ടായി. ഏതായാലും സങ്കടങ്ങളുടെ ഒരു തുരുത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ആ മൃതദേഹ പേടകത്തിന് മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന കരയുന്ന ആ ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങൾ. ഹൃദയഭേദകമായ കാഴ്ചകൾ നീണ്ടുപോവുകയാണ്. ആര്യ, തീരാനഷ്ടത്തിന്റെ തീരാവേദനയുടെ തുരുത്തിലേക്കാണ് ആ കുടുംബം എത്തി നിൽക്കുന്നത്. അപ്രതീക്ഷിതമായ വിയോഗം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം, അത് നമ്മളെ എത്രത്തോളം ഉലയ്ക്കും ബാധിക്കും, സങ്കടപ്പെടുത്തും എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി മകളുടെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയതാണ് ബിന്ദു. എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കി മകളുടെ ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലേക്ക് വരാമെന്നും തൻ്റെ മുന്നോട്ടുള്ള ജീവിതം മക്കൾക്കൊപ്പം വളരെ സന്തോഷത്തോടു കൂടി നയിക്കാമെന്നും പ്രതീക്ഷിച്ച് അത്തരത്തിൽ വളരെ വലിയ പദ്ധതികളുമൊക്കെയായി സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ മുന്നോട്ട് പോയൊരു സ്ത്രീയാണ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു അപകടത്തിൽ മരിക്കുന്നത്. അതും നമ്മുടെ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഇരയായി മാറി എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അവിടെ അമ്മ അമ്മ എന്ന് വിളിച്ച് അലമുറയിട്ട് കരയുന്ന മകനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നീ എന്ത് ചെയ്യും, നീ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ കരുത്ത് നഷ്ടപ്പെട്ട് അവിടെ ആ മൃതശരീരത്തിനരികിലിരിക്കുന്ന ഭർത്താവ് വിശ്രുതനെ നമുക്ക് കാണാം. അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെ വിവരിക്കണമെന്നറിയില്ല, എങ്ങനെ വിശദീകരിക്കണമെന്നറിയില്ല. ഉള്ളുലയ്ക്കുന്ന സങ്കട കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ്. 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ബിന്ദുവിനെ അറിയാവുന്ന ഒരുപാട് ആളുകൾ അവിടേക്കിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണുവാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരുപാട് ജീവിത പ്രതിസന്ധികൾക്കിടയിലും മക്കളെ ചേർത്ത് പിടിച്ച് ഭർത്താവിനും പ്രായാധിക്യമുള്ള അമ്മയ്ക്കുമൊക്കെ തണലായി രാപ്പകലില്ലാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ട കുടുംബത്തെ നയിച്ചു കൊണ്ടുപോയ അവരുടെ നട്ടെല്ലാണ് ഇല്ലാതായിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയും മാത്രം പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വം. ബിന്ദുവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ബിന്ദുവിനെ അറിയാവുന്ന ആളുകൾക്ക്, പരിചയക്കാർക്ക് എല്ലാം അത്തരത്തിലുള്ള മനോഹരമായ ഓർമ്മകൾ മാത്രമാണുള്ളത്. ആ മനോഹരമായ നിമിഷങ്ങളും സ്നേഹവും ഒക്കെ ബാക്കി വെച്ചാണ് ബിന്ദു വളരെ അപ്രതീക്ഷിതമായി വിട വാങ്ങിയിരിക്കുന്നത്. ആ പ്രിയപ്പെട്ടവർക്ക് അവരിത് എങ്ങനെ താങ്ങും എന്നുള്ളത് നമുക്കറിയില്ല. അവർക്കതിന് ഈ ഒരു സങ്കട സമയം താണ്ടാനുള്ള കരുത്തുണ്ടാകട്ടെ, അതിനുള്ള ബലം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലേ ഡാനി? തീർച്ചയായും ആര്യ, കാരണം നമ്മൾക്ക് അത് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് പറയാനാണ് ഈ ഒരു ദുരന്തമുഖത്ത് നിന്ന്? കാരണം തീർത്തും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം, ആരും പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്ക് വളരെ സന്തോഷകരമായ ഒരവസ്ഥയുണ്ടാകുമെന്ന് കരുതുന്നു. ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് അത് രോഗവിമുക്തി നേടി തിരിച്ചു വരുന്നത് ഏതൊരാൾക്കും അതൊരു സന്തോഷത്തിൻ്റെ നിമിഷം തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന സമയം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്.
എന്താണ് രോഗശാന്തി നേടി പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. ആ സമയത്തിലേക്ക് നീങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് ആയിരുന്നു അവരുടേത്. പക്ഷേ പൊടുന്നനെ മറ്റൊരു രീതിയിലേക്ക് ആ കുടുംബം എടുത്തെറിയപ്പെടുകയാണ്. അതിൽ ഒരു പരിഹാരവുമില്ലാത്ത രീതിയിലേക്ക്, ആർക്കും അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവരുടെ ജീവിതം എത്തിച്ചേരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഒരു ധാരണയുമില്ലാത്ത ഇരുന്നിടത്തേക്ക് ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു എന്ന് പൊതുവിൽ അറിയപ്പെടുമ്പോൾ അതിനകത്ത് ഒരു ജീവൻ അകപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയായിരുന്നുവെന്ന് ആ മക്കൾ ഒരിക്കലും തന്നെ കരുതിയിരുന്നില്ല. ഭർത്താവ് ഒരിക്കലും കരുതുന്നില്ല, മറ്റു കുടുംബാംഗങ്ങൾ ആരും തന്നെ കരുതുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്, അതിനകത്ത് പെട്ടുപോയിരുന്നതെന്ന് അവർ അറിയുന്നതേയില്ല എന്നതാണ്. അപ്പോൾ ഈ കുടുംബത്തെ ഇത്രമേൽ ചേർത്ത് വെച്ച ഒരാൾ എന്ന് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ, ഈ അന്തരീക്ഷം കാണുമ്പോൾ, ഈ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അവരുടെ ഒരൊറ്റ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതല്ലാതെ മറ്റൊന്നും തന്നെയില്ല ആര്യ. കാരണം ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം കാണുമ്പോൾ, ഇതിൻ്റെ ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് കാണാം അത്ര കണ്ട് ആ കുട്ടികൾ, ഭർത്താവ്, അമ്മ, ഭാര്യ ഇതെല്ലാം വളരെ വൈഷമ്യത്തോടുകൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. വളരെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. എങ്കിലും അതിനിടയിലും അവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് നടപ്പാക്കുക എന്നത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരു സംശയവും അക്കാര്യത്തിലില്ല. നോക്കുക എത്ര പ്രൗഢമായാണ് അവരുടെ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിട്ടത് എന്നത്. എത്ര കണ്ട് അവരതിനു വേണ്ടി പ്രയത്നിച്ചുണ്ടാകും, എത്ര കണ്ട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും, എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകും. തങ്ങൾക്ക് കഴിയുന്നില്ല, തങ്ങൾക്ക് ആവുന്ന സ്വപ്നങ്ങളല്ല കാണുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ട് കൂടിയും അതിനുവേണ്ടി അവർ എടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് തന്നെയാണ് അവരെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇന്ന് ഈ നിമിഷം അടയാളപ്പെടുത്തുന്നത്.